ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവനെ അറസ്റ്റ് ചെയ്തത്? ആ കേസിനല്ല വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏത് കേസാ? സുബൈറിന്റെ മകൾ നൂർജഹാനെ തട്ടിക്കൊണ്ടുപോയ കേസിന്. ഇനി ഇതിൽ കൂടുതലൊന്നും വിശദീകരിക്കണ്ടല്ലോ. ഈ ആയുർവേദ വിധി പ്രകാരം ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുണ്ടാക്കി 6 മാസത്തിനുള്ളിൽ ഇഹലോകവാസം വെടിയാനുള്ള ചില അഭ്യാസമുറകളുണ്ട്. എടാ, ഈ കരളും ചങ്കും ഇടിച്ച് പിഴിഞ്ഞ് അവിയൽ പരുവാക്കി 6 മാസത്തേക്ക് പുഴുകാൻ വെക്കുന്ന പഴയ ഒരു മർദ്ദനമുറയാ. ഒന്ന് പൊടി തട്ടിയെടുക്കാന്ന് വിചാരിച്ചു. ലോക്കപ്പ് മർദ്ദനം മൂലമാണ് നീ മരിച്ചതെന്ന് ഒരാളും എഴുതി വെക്കില്ല. ഈ ഒരു സംഭവം പോലും നീ മറന്നു കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ഫലം വരുന്നത്. ചില ജോലിക്കുള്ള കാർഡൊക്കെ എംപ്ലോയ്മെന്റിൽ നിന്ന് വരുമല്ലോ, അതുപോലെ നിനക്ക് വരുന്നത് അങ്ങ് കാലന്റെ അടുത്തുനിന്നായിരിക്കും. മരിച്ചു മോളിൽ ചെല്ലുമ്പോ നീ ചിന്തിക്കും, ഭഗവാനെ, ഒരു പനി പോലും ഇല്ലാത്ത ഞാൻ എങ്ങനെയാ മരിച്ചേന്ന്. അന്ന് നീ ഓർത്താ മതിടാ, 6 മാസം മുമ്പ് ഞാൻ നിനക്ക് തന്ന സമ്മാനമാണ് കാലന്റെ വാറണ്ടുമായി വന്ന് നിന്നെ അങ്ങ് കൊണ്ടുപോയെന്ന്. എടോ ചന്ദ്രബോസേ, ശത്രു പ്രബലനും തന്നേക്കാൾ ശക്തിമാനാണെന്ന് അറിയുമ്പോ ഏതൊരു വീരവും കാണിച്ചു കൂട്ടുന്ന പരാക്രമമായിട്ട് എനിക്ക് നിന്നെ കാണാൻ പറ്റൂ. മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർത്തി വിജയം അങ്ങോട്ട് ഉറപ്പിക്കാം. ഇതൊരു മാതിരി വില പറഞ്ഞ തരം താഴ്ന്ന പരിപാടിയാ. നല്ല ഭാഷയിൽ പറഞ്ഞ തന്തക്കുറ്റം എന്ന് പറയും. എന്റെ അറപ്പുരയ്ക്കകത്ത് കടന്നുകൊണ്ടാ നാവിട്ടാട്ടുന്നതെന്ന് ഓർത്തോണം. അതുകൊണ്ട് എന്താണോ കാര്യം? നേർക്ക് നേരെ നിന്ന് കൈ പൊക്കാൻ കേൾപ്പില്ലെങ്കിൽ ആ കൈ കൊണ്ടെന്താ പ്രയോജനം? തന്റെ ഈ ചങ്കൂറ്റത്തോടുള്ള നിൽപ്പിന് പോലും ഒരു ഭയത്തിന്റെ പിൻബലമുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയട്ടെ, നീ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് മൊട്ടാൻ വരല്ലേ, നീ തോറ്റു. ഇവരുടെ എല്ലാവരും മുന്നിൽ നാണം കിടും. ഞാൻ അടിക്കുന്ന ഒരു അടി പോലും തനിക്ക് തടുക്കാനും കഴിയില്ല. ഞാൻ തടുക്കൂന്ന് പറ, തടുക്കൂടാ. തടുക്ക മാത്രമല്ല, തിരിച്ച് നല്ല ഭംഗിയായിട്ട് ചവിട്ടും ചെയ്യണം. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലടാ, ഞാൻ കണ്ണടച്ചുകൊണ്ട് ധ്യാനിക്കല്ലായിരുന്നെന്ന്. നിന്നെ നേരിടാനുള്ള ശക്തി ആവായിക്കായിരുന്നു. വന്ന് മുട്ടടാ. ഇന്ന് ഈ ലോക്കപ്പിന്ന് എനിക്ക് ഇവിടുന്ന് പോണെന്ന് ഒരാഗ്രഹമില്ല. നീയും പോവില്ലടാ. പോലീസുകാരെ കൈവച്ചവരെ പിടിച്ചു കെട്ടണം. ചന്ദ്രബോസേ, അടങ്ങി നിക്കണോ അവിടെ? നീ എന്നെ വെല്ലുവിളിക്കുന്ന ഞാൻ പറഞ്ഞില്ലടാ, ആയുർവേദത്തിലെ സുഖചികിത്സയുടെ കാര്യം. 6 മാസം കഴിയുമ്പോ മുകളിലേക്ക് വിസ കിട്ടുന്ന പരിപാടി. അതിപ്പോ ഇവിടെ തുടങ്ങാൻ പോവാടാ. ആദ്യം നിന്റെ ചങ്ക് തന്നെ തകർക്കാം. നിന്റെ ശാലിനിമേടം നിറഞ്ഞിരിക്കുന്ന ഈ ചങ്കിനെ തന്നെടാ. ഇത് തന്നെ അങ്ങ് തകർത്തേക്കാം. 1 അല്ല 5 ഇടിയ ഒരു കോഴ്സ്. നീ ആണാണെങ്കി എന്റെ കയ്യിലെ വിലകൊന്ന് അയക്കണം, എന്നിട്ടടിക്കണം. അടങ്ങി കിടക്കണം അവിടെ. നിനക്ക് ഇരട്ടച്ചൻ കൊണ്ടെന്നല്ലേ പറയുന്നത്? അതിന്റെ പണിക്കൂട്ടം ഞാൻ ഇന്ന് തീർത്തേക്കടാ. വിഷ്ണു, എന്താ വിഷ്ണു
എന്താ ഭാമ, എന്താ പറ്റിയേ? വിഷ്ണു വിഷ്ണു ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ അവനെ കുറിച്ചൊരു മോശ സ്വപ്നം കണ്ടു. ഈശ്വര, ഇനി എന്തൊക്കെ അനിഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്? കിടന്നപ്പോഴല്ല നമ്മൾ അവനെ കുറിച്ച് പറഞ്ഞോണ്ടില്ലേ കിടന്നേ. ചിലപ്പോ അതുകൊണ്ട് കണ്ടതായിരിക്കും. രാഘവേട്ട, എന്താ അവൻ ഇതുവരെ വരാത്തത്? അവൻ എന്തോ ആപത്ത് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ദുസ്വപ്നം കാണില്ല. നീ അവന്റെ ഫോണിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്, അപ്പൊ അറിയാലോ അവനോട് ഉണ്ടെന്ന്. ശരിയാ, ഫോൺ ചെയ്ത് നോക്കാം. എന്റെ വിഷ്ണു, നീ ഇത് എവിടെയാ? എന്തിനാ ഞങ്ങളിട്ട് ഇങ്ങനെ തീ തീറ്റിക്കുന്നെ? ഇത് വിഷ്ണു അല്ല. വിഷ്ണു ഇപ്പൊ പോലീസ് സ്റ്റേഷനില, ലോക്കപ്പില്. അയ്യോ, ലോക്കപ്പിലോ? അതെ, അവനെ അറസ്റ്റ് ചെയ്തു. ദേ, ഞാൻ വിഷ്ണുവിന്റെ അമ്മയാ. എനിക്കറിയണം അവനെ എന്തിനാ അറസ്റ്റ് ചെയ്തെന്ന്. ആ പെൺകുട്ടിയുടെ സ്വർണം അവൾ എവിടെയോ വെച്ച് മറന്നതിന് എന്റെ മകനെ എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ അവന്റെ കയ്യിൽ നിന്ന് സ്വർണം കണ്ടെത്തണം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവനെ അറസ്റ്റ് ചെയ്തത്? ആ കേസിനല്ല വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏത് കേസാ? സുബൈറിന്റെ മകൾ നൂർജഹാനെ തട്ടിക്കൊണ്ടുപോയ കേസിന്. ഇനി ഇതിൽ കൂടുതലൊന്നും വിശദീകരിക്കണ്ടല്ലോ. ഹലോ ഹലോ, ഈശ്വര, എന്താ എന്താ മാമേ, എന്താ ഉണ്ടായേ? രാഘവേട്ട, നമ്മുടെ മകൻ പെട്ടിരിക്കുന്ന ആ സ്വർണം പോയ കേസിലല്ല. പിന്നെ ഏത് കേസ്? നൂർജഹാനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് നമ്മുടെ മകനാണെന്ന്. ഇത് 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 ചതിയാ മാമേ. നമ്മുടെ മോനെ ആരൊക്കെ ചേർന്ന് എടുത്തേക്കുവോ? അല്ലാതെ ഏയ് ഒരിക്കലുമില്ല. രാഘവേട്ട, അവൻ സ്റ്റേഷനിൽ കിടക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് അവനെ പുറത്തിറക്കാനുള്ള വഴി നോക്കണം. നമുക്കേ ഉടനെ ശേഷം വരുന്നു പോണം ഭാമേ. നമ്മളവിടെ വേണം, പ്രത്യേകിച്ച് നൂർജഹാന്റെ കേസാകുമ്പോഴേ. എനിക്ക് ഈ കല്യാണം വേണ്ട പാപ്പച്ചി. മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളോടൊത്തല്ലേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. നസീർക്ക് എനിക്ക് അങ്ങനെ കാണാൻ പറ്റണില്ല. എനിക്ക് ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇനി ഇതിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് എന്റെ മയ്യത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനും തയ്യാറായിട്ടാ നിൽക്കുന്നത്.